ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂട്ട് കവായി ലൈഫ്. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ എപ്പോഴും റീൽസായിട്ട് അത് ഞാൻ കുഞ്ഞിൻ്റെ യൂട്യൂബ് കണ്ട് ശീലിച്ച് എപ്പോഴും ഞാൻ പുറത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം തുടങ്ങുന്നു. ഫൈനലി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അയച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കേട്ടോ. ഒരു 10-11 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. വെച്ചാൽ ഒന്നും ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പിന്നെ എബൌട്ട് മീ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ എബൌട്ട് മീ ആണ് ചെയ്യുന്നത്. എൻ്റെ പേര് നേഹ മെഹബിന്. സ്ഥലം തിരുവനന്തപുരത്താണ് കേട്ടോ. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലേക്കാണ് തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. പിന്നെ ഐ ആം 10 years old. എനിക്ക് 10 വയസ്സായി. ഈ ചെറിയ പ്രായത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് നല്ല പേടിയായിരുന്നു. എല്ലാവരും എന്തെങ്കിലും ആരൊക്കെ കമൻസൊക്കെ ഇടുമോ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ, കുഞ്ഞു പ്രായത്തിൽ ആരെങ്കിലും സപ്പോർട്ട് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല വ്യൂസ് കിട്ടുമെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അബോർഡ്മയാണ്. അപ്പോൾ എനിക്ക് 10 years ആയി. ഞാൻ 5ലാണ്. ഞാനിവിടെ പട്ടം സെമിനേഴ്സിലാണ് പഠിക്കുന്നത്. യു പി ആണ് കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, എനിക്ക് 2 ചേട്ടന്മാരാണ്. ഏറ്റവും ഫേവറേറ്റ് ചേട്ടന്മാർ ഉണ്ട്. 3 അത്യാവശ്യം എനിക്ക് കുറേ കസിൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ അമ്മ, അച്ഛൻ, കൂടെ താമസിക്കുന്ന അമ്മ, അച്ഛൻ, അനിയത്തി, ചേട്ടൻ. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇപ്പം ഞാൻ നാട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഈ നാട്ടിലോട്ട് വന്നതിൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ കസിൻ ചേട്ടൻ്റെ ഫോണിലെ മൊബൈലിൽ ചാനൽ തുടങ്ങിയത്. അപ്പം ഞാൻ താമസിക്കുന്നത് ഇപ്പം PMGയിലാണ്. അതുകൊണ്ട് ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് അത്യാവശ്യം നല്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നല്ല വ്യൂസ് കിട്ടാനും. പിന്നെ ഞാൻ പുതിയ ഹെയർകട്ട് ചെയ്ത് കേട്ടോ. നിങ്ങളെപ്പോഴും ഇത് വേറൊരു റീലിനായി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ. അതെന്ന് വെച്ചാൽ അപ്പം എനിക്ക് ഇത്ര ഹെയറൊക്കെ വരും. അപ്പം എനിക്കൊരു 9 years ആയിരുന്നു. ഫെബ്രുവരിയിലാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ 2015 ഞാൻ 2ലാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് എന്തോ ആദ്യമേക്ക് ഭയങ്കര നാണോ ഈ ചാനൽ തുടങ്ങാൻ. ഇനി ആരെങ്കിലും എങ്ങനെ കമൻ്റൊക്കെ ഇടുമോ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ചിലവരൊക്കെ എന്നെ ഒരു വീഡിയോയിൽ കമൻ്റൊക്കെ ഇട്ടു. ഞാൻ എന്തോ എനിക്കൊരു ഐഡിയാസ് കിട്ടി. അതിൽ അയച്ചിടുമോയെന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്സിലിട്ടു. അപ്പോൾ ഒരാൾ പറയുക, എല്ലാവരും ഇപ്പോൾ ഇൻട്രസ്റ്റ് നോക്കി ഇടുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുക ഇംഗ്ലീഷിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വരച്ചത് എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് എനിക്ക് നല്ല വിഷമമായി കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഫസ്റ്റ് കിട്ടിയ കമ്പനി ഇങ്ങനത്തെ കമ്പനി അവരെ പ്രതീക്ഷിച്ചില്ല. പേരെന്തോ എല്ലി എന്നൊക്കെ പറയുന്നതോ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി കേട്ടോ. ഇനി ഇങ്ങനെ തുടരുമെന്ന് പറഞ്ഞ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഞാൻ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നി ഇനി ഡിലീറ്റ് ചെയ്തതിൻ്റെ കാര്യമില്ല. 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും കിട്ടിയല്ലോ. നമുക്കൊന്ന് മാക്സിമം പൊക്കാൻ നോക്കാം. എൻ്റെ കസിൻ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒന്ന് ചെയ്ത് നോക്ക്. നിനക്കൊരു 5 വർഷം കഴിയുമ്പോൾ നീ ഒരു നല്ല യൂട്യൂബറാണെന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസോടെ ആട്ടോ ഞാൻ ഇത് വീഡിയോയിട്ട്. പിന്നെ ഞാൻ ഇനി ഓരോ ആഴ്ചയോടും വരുമ്പോൾ മാക്സിമം എൻ്റെ വീഡിയോസ് ഇടാൻ നോക്കാം. എൻ്റെ ടൈം ഫുള്ള് ഞാൻ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു 4 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡൂഡിൽ ഐഡിയാസ് അങ്ങനെയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷേ ചിലവർക്കൊക്കെ ഈ അന്നത്തെ ആ കമൻറ്റിന് ശേഷം നല്ല പേടിയായിരുന്നു വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇടണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് എന്തോ പോലെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ലോങ് വീഡിയോ ഇനി ഇതൊന്ന് ഫ്ലോപ്പ് ആവുമെന്ന് അറിയത്തില്ല. എന്നെ മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഫ്ലോപ്പ് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ, എൻ്റെ കസിന. അവളിപ്പോൾ അവിടെ ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഫ്ലോപ്പ് ആവാതിരിക്കുമോ ഫ്ലോപ്പ് ആവുമോ ഒന്നും അറിയത്തില്ല. നിങ്ങൾ വേണം ചെയ്യാൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഉയർത്തിട്ടു, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താൽ ഇതാണെങ്കിൽ എന്നെ ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒന്നും പറയുന്നില്ല. ഈ ചെറിയ പ്രായത്തിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ചാട കാണിക്കണേന്ന് ആരും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
എനിക്ക് അത്യാവശ്യം വലിയ വ്യൂസൊക്കെ ഉള്ളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹം. എനിക്കിങ്ങനെ എന്ത് കണ്ടന്റ് ഇടണമെന്ന് ഇത് അറിയത്തില്ല. അപ്പോഴാണ് എൻ്റെ അനിയത്തി പറഞ്ഞത്, എടി നീ എബോട്ട് മീ ഇട് നീ ആദ്യമേ ഇതല്ലേ ഇടാവുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ശരി ഞാൻ ഇടാമെന്ന് പറഞ്ഞായിരുന്നു. പെട്ടി ഇതൊന്ന് ഫ്ലോപ്പ് ആവോ എന്നൊക്കെ എനിക്ക് അങ്ങനെ പേടിയാണ്, ടെൻഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നാട്ടിലാട്ടോ. ഞാൻ അങ്ങനെ പേടി, എനിക്കിപ്പോൾ തന്നെ അങ്ങനെ നാളെ കേട്ടോ. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എന്നെ ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ശരിക്കും ഇപ്പം എനിക്ക് എന്തോ അത് തോന്നുന്നു. എന്ന് വെച്ചാൽ കുറേ ലക്ഷത്തോളം ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന കാണുക എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് വരെ. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം ടാലൻറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്കിതിന് കഴിവുണ്ടാവില്ലേ, ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടണം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യും. എല്ലാത്തിനും ട്രൈ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യും. ഇപ്പം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നല്ല നമ്മളിപ്പോൾ പോകാനായി തോന്നുന്നു സമയം പപ്പ അച്ഛൻ എവിടെയോ നെടുമങ്ങാട് അവിടെ പോയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് വീഡിയോ ഇടണം എന്താ ചേട്ടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് വീഡിയോ ഇട്ടോന്ന് പറഞ്ഞു തന്നെ. എന്തായാലും ഞാനിപ്പോൾ മേക്കപ്പൊന്നും ഇട്ടതല്ലേ, ഞാൻ എന്ത് നിർബന്ധിച്ചുകൊണ്ട് ഇട്ടത്. ഇത്തിരി ഞാനിപ്പം തന്നെ ഓടി വേർത്തവളോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് വീഡിയോ ഇടാണ്. ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നതിൻ്റെ കാര്യം ഞാൻ നല്ല ഹാപ്പിയാണ്. നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇത്തിരി ലോങ്ങായി പോയി കാണും, എനിക്കറിയത്തില്ല. ലോങ്ങായി പോയോ ചെറുതായിക്കൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ആണ്. താങ്ക് യു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നതിന് ഒരു വ്യൂ എങ്കിലും തരണതിന് എല്ലാവർക്കും താങ്ക് യു. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നതല്ല, ദേഷ്യം കൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നതല്ല. താങ്ക് യു ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇതിനെയൊക്കെ കാണുന്നതിന് താങ്ക് യു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.